ഹായ് ഫ്രണ്ട്സ്, നിങ്ങളെല്ലാവർക്കും ജോയ് ശ്യാംസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് പോകുന്നത് വാദി ബനി ഖാലിദ് എന്ന് പറഞ്ഞ ഒരു വാദിയിലേക്കാണ്. ഒമാനിലെ മസ്കറ്റിൽ നിന്ന് കുറച്ചൊരു 200 കിലോമീറ്ററോളം പോയാൽ എത്തുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇന്നത്തെ വീട്ടിൽ നമ്മൾ അതിൻ്റെ കാഴ്ചകളാണ് കാണിക്കാൻ പോകുന്നത്. വാദി ബനി ഖാലിദിൻ്റെ പാർക്കിങ്ങിൽ എത്തിയതിന് ശേഷം കുറച്ച് നടന്നാലാണ് ശരിക്കുള്ള ഈ ഒരു വാദിയുടെ അടുത്തേക്ക് എത്താൻ പറ്റുക. അപ്പോൾ ഒരു 5 മിനിറ്റ് നടക്കാനുണ്ട്. ചില ഭാഗത്തൊക്കെ നല്ല രീതിയിൽ കോൺക്രീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പക്ഷേ ചില ഭാഗത്ത് കുറച്ച് കല്ലുമൊക്കെ ഉള്ള വഴികളാണുള്ളത്. നമ്മളത് വാദി ബനി ഖാലിദിൻ്റെ ആ ഒരു ഏരിയയിലാണ്. അപ്പോൾ ഇതിലിങ്ങനെ ചില ഹട്ടുകളൊക്കെ ഉണ്ട്, ഇങ്ങനെ എന്നിട്ട് നടുവിലേക്ക് വെള്ളത്തിൻ്റെ നടുവിലേക്കൊക്കെ ആയിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലത്താണ് ഞങ്ങളുള്ളത്. അങ്ങനത്തെ ഒരുപാട് ഹട്ടുകൾ കാണും ബാക്കിലേക്കൊക്കെ ആയിട്ട്. പിന്നെ ഇപ്പോൾ ഉച്ചനേരം ആയതുകൊണ്ട് കുറച്ചൊരു വെയിലുണ്ട്. അപ്പോൾ ഇങ്ങനെ എന്താ പറയുക, ഫോട്ടോസൊക്കെ എടുക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾ വരികയാണെങ്കിൽ ഒന്നെങ്കിൽ രാവിലെ വരിക, അല്ലെങ്കിൽ വൈകുന്നേരമൊക്കെ വരുന്നതായിരിക്കും നന്നാവാം. പിന്നെ ഞങ്ങളിപ്പോൾ വന്നത് ഡിസംബറിലാണ്. അപ്പം ഇതിന് വെള്ളത്തിലേക്കാളും കൂടുമോ ഇല്ലയെന്നൊന്നും അറിയാൻ പറ്റില്ല. പക്ഷേ എന്നാലും അത്യാവശ്യം ഒരു പൂളിൽ വെള്ളമുണ്ട്, വേണമെന്ന് ഞങ്ങൾക്ക് കുളിക്കാനുള്ളതുകൊണ്ട്. അപ്പം ഇവിടെ ഇറങ്ങുമ്പോൾ നല്ല ആഴമുണ്ടെന്നൊക്കെയാണ്, ഇപ്പോഴും നല്ല വെള്ളം ഉണ്ടെന്നാണ് ഇവിടുന്ന് ആൾക്കാർ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ അങ്ങനെയൊക്കെ നിങ്ങൾ അറിയുന്നവർ മാത്രമേ ഇവിടെ ചാടാനൊക്കെ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്ക് സൈഡിൽ നിന്നൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ അത്യാവശ്യം ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്, പുറമുള്ള ടൂറിസ്റ്റുകളും അങ്ങനെ യൂറോപ്യൻസൊക്കെ അങ്ങനെ വരുന്നത് കാണുന്നുണ്ട് ഇവിടെ ഒരുപാട്. അപ്പോൾ ഇതിങ്ങനെ കുറേ ഇങ്ങോട്ട് പോരാനുണ്ട്, കുറച്ച് നടക്കണം. നിങ്ങളൊരു ഹൈക്കിങ്ങിൻ്റെ ഒരു രീതിയിൽ തന്നെ വരണം, കാരണം കുറച്ച് സ്റ്റെപ്സ് ഒക്കെ എടുക്കാനുണ്ട്. നല്ല ഷൂ ഒക്കെ ഇടുന്നതായിരിക്കും നന്നാവുക. ഞങ്ങൾ വെറുതെ നനയുമെന്ന് വിചാരിച്ചിട്ട് ചെരുപ്പിട്ട് വന്നായിരുന്നു. അപ്പോൾ ചെരുപ്പാകുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്, അപ്പോൾ അത് ശ്രദ്ധിക്കണം. പിന്നെ കുറച്ചിങ്ങനെ വന്നാൽ വെള്ളത്തിന് ഒരുപാട് പൂൾസ് ഇങ്ങനെ കാണാൻ പറ്റുമോ. ഇപ്പോൾ ചില സ്ഥലത്തു നിന്നൊക്കെ ആളുകൾ കുളിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു വൈകുന്നേരമൊക്കെ ആയിക്കഴിഞ്ഞാൽ അത്യാവശ്യം ആൾക്കാരുണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഒരു മുക്കൽ എന്ന് പറഞ്ഞൊരു കേവ് ഉണ്ട്. അപ്പം അത് ഈ വാദി ബനി ഖാലിദ് കഴിഞ്ഞ് കുറച്ച് മുൻപോട്ട് നടക്കും. അപ്പം അങ്ങോട്ട് നടക്കുന്ന വഴിയാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഈ കേവ് എന്ന് പറയുന്നത്. അപ്പോൾ കേവിൻ്റെ ഉള്ളിലേക്ക് പോകാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. അതിൻ്റെ ഉള്ളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ കുറച്ച് നിരങ്ങി പോകണം. നമുക്ക് നേരെ നേരെ നിന്നിട്ടോ അങ്ങനെ കുഞ്ഞിട്ടൊന്നും പോകാൻ പറ്റില്ല, നിരങ്ങി അങ്ങനെ പോകണം. അതുകൊണ്ട് ഞങ്ങൾ കയറാൻ പോയി. പിന്നെ അവിടെ നാളെ ഒരു മൗണ്ടനിയറിങ് ചെയ്യുന്ന ഒരാളുകൾ അങ്ങനെ കയറി പോകുന്നത് കാണാനും പറ്റുന്നുണ്ട് അതിൻ്റെ മുകളിലായിട്ട്.
അപ്പോൾ ഞങ്ങൾ ഈ വാദി ബനികാലിൽ നിന്ന് കുറച്ച് മുകളിൽ പറ്റിയൊരു പൂളുണ്ട്. അപ്പോൾ അവിടെ നിന്ന് കുളിച്ച് നല്ല രസമായിട്ട് ചെറിയ പൂളാണ്. നമുക്ക് വേണമെങ്കിൽ നീന്താൻ അറിയാത്തവർക്ക് കുളിക്കാനൊക്കെ പറ്റുന്ന ഒരു സ്ഥലമാണ്. പിന്നെ വേണമെങ്കിൽ ഇവിടെ ഒരു ചെറിയൊരു ടെൻ്റ് ഉണ്ട്, ആൾക്കാർക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യണമെങ്കിൽ അവിടെ ടെൻ്റ് ഉണ്ട്. അപ്പോൾ അവിടെ ആളൊന്നുമില്ല, നമ്മളൊരു ഇവിടുത്തെ 100 പൈസ ഇടണം, അല്ലെങ്കിൽ 1 ദിവസം ഇടണം എന്നാണ്. അവിടെ 20 ബക്കറ്റ് ഉണ്ട്, അപ്പോൾ അതിൽ പൈസ ഇട്ടാൽ മതി. എന്ത് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ അത്യാവശ്യം ആളിപ്പം വരുന്നുണ്ട് കേട്ടോ. സമയം പിന്നെ വൈകുന്നേരം ആവുന്നതനുസരിച്ച് ആൾക്കാർ വരുന്നുണ്ട്. പിന്നെ വെള്ളം നല്ല ക്ലിയർ വാട്ടറാണ്, മീനുണ്ട്, നല്ല കാലിലൊക്കെ വന്ന് കൊത്തുന്നുണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ളത് ഈ വിദ്യ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. ഞങ്ങൾ ഈ വാദി ബനികാലിദിനൊക്കെ അടുത്തായിട്ടുള്ളൊരു സ്ഥലമാണ് ഈ വിദ്യ എന്ന് പറഞ്ഞ സ്ഥലം. അപ്പോൾ ഇവിടെ ഫേമസ് ആയിട്ടുള്ളത് നമ്മൾ ഡെസേർട്ട് സഫാരി അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഫേമസ് ആയിട്ടുള്ളത്. ഡെസേർട്ട് സഫാരി, ഡെസേർട്ട് ക്യാമ്പിങ്. അപ്പോൾ ഇവിടെ വന്നാൽ തന്നെ നമുക്ക് ഒരുപാട് ക്യാമ്പ് ചെയ്യുന്ന സൈറ്റുകളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഞങ്ങളിത് ചെറിയ കാറായതുകൊണ്ട് ഞങ്ങൾ ഇവിടുത്തെ വരുന്ന ഒരു ഒരു ഉറപ്പുള്ള വഴിയുണ്ട്. അപ്പോൾ അതുവരെ വന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി വന്നതേ, ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനെ പറ്റിയെല്ലാം ഇതുണ്ട്. മൊത്തം ചുറ്റുപാടും ഇങ്ങനെ ചെറിയ ചെറിയ മലയാണ്, പിന്നെ മരുഭൂമിയുടെ മലയാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ളത് നിസ്വേലാണ്. അപ്പോൾ ഞങ്ങളെല്ലാം യാത്ര ഇങ്ങനെ നിസ്വേലേക്ക് എത്തിയാണ്. അപ്പോൾ ഇവിടെ കാര്യമായിട്ട് കാണാനുള്ളൊരു ഫോർട്ടും ഇവിടുത്തെ ഒരു മാർക്കറ്റൊക്കെ ഉണ്ട്. പിന്നെ ജബൽ അഖ്താറും ഒക്കെ ഇതിനടുത്ത് തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ ഉദ്ദേശിച്ചത് ഇവിടുത്തെ മാർക്കറ്റ് കാണാനായിരുന്നു. ഞങ്ങൾ വന്ന സമയം 9 മണിയോടെ അടുത്തുണ്ടായിരുന്നു. അപ്പോൾ മൊത്തത്തിൽ ഇവിടെ ആൾക്കാരൊക്കെ പോയി മാർക്കറ്റൊക്കെ ഒന്ന് ഉറങ്ങിയ പോലെയാണ്. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നിസ്ഫ ഫോർട്ട് ഉള്ളത്. അപ്പോൾ നിങ്ങൾ പകലൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടും കൂടി ഒരുമിച്ചൊക്കെ കാണാൻ പറ്റുന്നൊരു സ്ഥലമാണത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ അവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണം. പറ്റുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനിലേക്ക് ഷെയർ ചെയ്യണം. എന്തെങ്കിലും ചോദ്യങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് നന്ദി.